മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആയല്ല. ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞതല്ലാ, ഞാൻ ചെയ്തത് പാപമാണ് പടച്ചവന്, സമ്മതിച്ചു പടച്ചവന്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്, എന്നെ ഉമറിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പറഞ്ഞപ്പോ അല്ലാഹു ആ മനുഷ്യന്റെ തൗബ സ്വീകരിച്ചടോ. ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഒരു അസ്തഗ്ഫിറുല്ലാ പറയടാ പൊന്നുമോനെ. എന്റെ പെങ്ങളോട് പറയുകയാണ്, ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട, ഒരു അസ്തഗ്ഫിറുല്ലാ മതി. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും പടച്ചവനെ ഞാൻ സമ്മതിക്കുന്നു തമ്പുരാന്, എനിക്കൊന്ന് പുറത്തു തരണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അത് തൗബയാടോ. ഒരു അസ്തഗ്ഫിറുല്ലയും തൗബയാടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്യ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണ്ടേ മോള്. അപ്പം ചോദിക്കും, ഉസ്താദേ, ഞാൻ ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമോ? ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ നിസ്കാരം മുടക്കിയിട്ടുണ്ട്.